ഹായ് ചങ്കുകളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ വിശേഷമല്ല, ഇന്ന് എൻ്റെ പെങ്ങളെ വീട്ടിൽ വിശേഷമാണ്. അപ്പോൾ ഞാൻ പെങ്ങളെ വീട്ടിലേക്ക് പോകണം, മുള്ളൂർക്കര എന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളും പെങ്ങളെ വീട്ടിലെ കാഴ്ചകളും കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് പോകാം. പോകുന്ന വഴിക്ക് ഉത്രാളിക്കാവ് അമ്പലം നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല പേരുകേട്ട അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും പെങ്ങളെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ എന്ത് രസമാണ്, മലയും ട്രെയിൻ പോകുന്നതും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ എല്ലാം പേരുകേട്ട അമ്പലമാണ്, പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. ആ കാഴ്ച നിങ്ങളുടെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചെന്ന് മാത്രം. അങ്ങനെ പെങ്ങളെ വീട്ടിലേക്ക് എത്തി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ, കാഴ്ചകൾ. പെങ്ങളെ വീട്ടിലാണ്. അപ്പോൾ പെങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെങ്ങളെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക്. ഇത് സബോള, പച്ചമുളക്, വെളുത്തുള്ളി അല്ലേ, ഒക്കെ റെഡി ആക്കി വെക്കണം. പിന്നെ നൂറ്റാടി ഉണ്ടാക്കി വെച്ചാണ് ഇന്നത്തെ മീൻ കറി. നല്ല അടിപൊളി മീൻ കറിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ തോണ് ഇവിടെ നിന്ന് ഇത് നായ്ക്കുട്ടിക്കുള്ളതാണ്. ഈ നായ്ക്കുട്ടിക്കുള്ള സ്പെഷ്യൽ സാധനം ചിക്കൻ വെച്ചത്. ഇത് ചിക്കനെ കഴുകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടല്ലേ. അതൊക്കെ നന്നാക്കി എടുക്കട്ടെ. ആ സമയം കൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന ചിക്കൻ കറി ഇവിടുത്തെ ചിക്കൻ കറി എങ്ങനെ നോക്കാമല്ലോ നമുക്ക്. നീ ഇങ്ങനെയാണ് സവാള ഇങ്ങനെ മുട്ടൊന്നും വേണ്ട, കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഇരിക്കും. മിസ്റ്റർ ജോഷി, എന്തിനാ ചോറിനാ? അതേ കളർ അങ്ങനെ ചിക്കൻ മൂടിയൊക്കെ ഞാൻ വെച്ച് ചോറിനാണെന്നല്ല. ഒന്ന് അളിയനും പെങ്ങളും കൂടി പാചകം ചിക്കൻ കറി. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ട് ചൂടാക്കൂലേ. ഇപ്പൊ ഒന്ന് ചൂടാക്കിയിട്ടിടും, പച്ചമണം പോലെ. മണമുണ്ട്, മൂത്തിട്ടുണ്ട്, പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്.
സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിറക്കി മല്ലിപ്പൊടി മുളക് പൊടി മൂപ്പിച്ചിട്ടല്ലേ ഇനി വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ടെല്ലാം കൂടി തിരുമ്മി അടുപ്പത്തേക്ക് ചെയ്യാം. തക്കാളി ഇതാണ് ഇവിടുത്തെ ചിക്കൻ കറി. എളുപ്പത്തിലുള്ള ചിക്കൻ കറി. സവാള ഒന്നും വാട്ടണ്ട എണ്ണയിൽ. ആവശ്യമുള്ള ഉപ്പല്ലേ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ വാട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി കൂട്ടി ചിക്കൻ ഉണ്ടാകും. ഇനി എല്ലാം കൂടി തിരുമ്മി അടപ്പത്തേക്കുള്ളൂ. ഇനി അടുപ്പ് കത്തിച്ച് ഇനി വെള്ളം ഒഴിക്കലോ? വെള്ളം ഇറങ്ങൂലേ? അപ്പൊ ചിക്കനിന് സവാള തക്കാളിലൊക്കെ വെള്ളം ഉണ്ടാവും, അതിറങ്ങും. ഈ ചിക്കൻ വേവട്ടെ അല്ലേ? മൂടി വയ്ക്കും, എല്ലാം വെച്ച് മൂടും. അവിടെ ഇരിക്കട്ടെ. ഇനി മൂടി വയ്ക്കും. വേറെ മൂടിയിട്ട് മൂടില്ല. അപ്പം ചിക്കൻ കറി ആവട്ടെ. അപ്പം മൂടി തുറന്ന് ചിക്കൻ ഇളക്കിടാല്ലേ? എന്ത് വിശേഷം? നല്ല വിശേഷം. ആവട്ടെ. നമ്മളെ ചിക്കൻ കറി റെഡി അല്ലേ? കറി റോസ്റ്റ് പോലായി, അടിപൊളി. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ചിക്കൻ റെഡിയായി. വേറെ പരിപാടി ഒന്നുമില്ല. എന്തിട്ടാ? കൊഴുവ പീരിട്ട്. ശരി ശരി. അപ്പം പെങ്ങളുടെ വീട്ടിൽ ഊണ്, ചോറ്, കൊഴുവ പീര വെച്ചത്, മീൻകറി, പരിപ്പ് മുരിങ്ങക്കായ, ചിക്കൻ റോസ്റ്റ്, പടിപൊളി. കപ്പ, കിണത്തപ്പം, 4 മണിക്കുള്ള ഐറ്റംസ് റെഡി. അപ്പോൾ ഞാൻ അടുത്ത ഞായറാഴ്ച വരാം. അങ്ങനെ പെങ്ങളെ വീട്ടിലെ പാചകവും ഉച്ചക്കലത്തെ ഊണും 4 മണിക്കുള്ള ചായ കുടിയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഇനി പിന്നെ നേരെ വീട്ടിലേക്ക് എത്തട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.